പരിഭവങ്ങളൊന്നും ഇല്ലാതെയാണ് ഒരു മണ്ഡലകാലം പൂർത്തിയാകുന്നത് അല്ലേ? അതെ, എല്ലാ വകുപ്പുകളും ഒരേ മനസ്സായി പ്രവർത്തിച്ചതോടെ ഭക്തർക്ക് സുഖദർശനത്തിന് വഴിയൊരുങ്ങി. ദേവസ്വം ബോർഡിന്റെ വരുമാനവും മുൻവർഷത്തേക്കാൾ വർദ്ധിക്കുമെന്നാണ് കണക്ക്. കഴിഞ്ഞ മണ്ഡലമാസക്കാലത്ത് ഇതായിരുന്നില്ല ശബരിമലയിലെ അവസ്ഥ. നിലയ്ക്കലിൽ നിന്നും ബസ് കിട്ടാനായി തീർത്ഥാടകരുടെ പെടാപ്പാട്. തുടരെ പ്രതിഷേധങ്ങൾ. പോലീസ് അയ്യപ്പൻ എന്നത് കേവലം പോലീസ് മാത്രമായി മാറേണ്ടി വന്ന അവസ്ഥ. ഇത്തവണ പക്ഷേ അത്തരത്തിലൊന്ന് ആവർത്തിക്കില്ലെന്ന് ഉറപ്പായിരുന്നു. വെർച്വൽ ക്യൂ എന്നത് എത്ര കണ്ട് പ്രായോഗികമെന്ന ആശങ്ക അസ്ഥാനത്തായി. പമ്പയിലെ വെർച്വൽ ക്യൂ സംവിധാനം കാര്യക്ഷമമായി നടപ്പാക്കി. സ്പോട്ട് ബുക്കിംഗിലും കൃത്യമായ ഇടപെടൽ. ശരാശരി 90,000 പേർ വരെ മണ്ഡലമാസക്കാലത്ത് ഓരോ ദിവസവും അയ്യപ്പനെ കാണാനെത്തി. എന്നാൽ തിരക്ക് നിസ്സാരമായി നിയന്ത്രിക്കാൻ ADGP S. ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സേനയ്ക്കായി. This particular year, I was staying here quite a long time. I observed, hats off to all police Ayyappan Mars, right from the police constable to higher authorities of IG level. Excellent planning. സാധാരണ പോലീസുകാർ ടേൺ മാറി വരുന്ന സമയങ്ങളിൽ ചില പരാതികൾ ഉയരാറുണ്ട്. ഇത്തവണ പക്ഷേ അതുണ്ടായില്ല. മിനിറ്റിൽ ഏറ്റവും കൂടുതൽ ആളുകളെ പടികയറ്റുന്നത് തങ്ങൾ ആയിരിക്കുമെന്നതിൽ 18ാം പടിയിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാർ മത്സരിച്ചു. മകരവിളക്ക് ദിവസം മാത്രം സന്നിധാനത്ത് ദർശനത്തിനായി എത്തിയത് 2 ലക്ഷത്തോളം അയ്യപ്പന്മാർ. നിലയ്ക്കലും പമ്പയിലും കൂടിയെടുക്കുമ്പോൾ അത് ഏതാണ്ട് 3 ലക്ഷം കവിയും. ഏറ്റവും ഒടുവിൽ ഹരിവരാസനം പാടി നടയടയ്ക്കുമ്പോൾ സംതൃപ്തിയുടെ മണ്ഡലകാലമെന്ന സന്തോഷം ഓരോരുത്തരുടെയും കണ്ണിലും മനസ്സിലും. മാളികപ്പുറം മണിമണ്ഡപത്തിന് സമീപത്തെ ഗുരുതിയോടെ മണ്ഡലകാലത്തിന് പര്യവസാനം. ഇനി അടുത്ത മണ്ഡലകാലത്തേക്കുള്ള കാത്തിരിപ്പാണ്. സോളാർ വൈദ്യുതി പദ്ധതി അടക്കമുള്ള പുതിയ ആശയങ്ങൾ മുന്നോട്ട് വെച്ച് ദേവസ്വം ബോർഡും തയ്യാറെടുപ്പ് ഇപ്പോൾ തന്നെ തുടങ്ങിക്കഴിഞ്ഞു. തിരക്ക് നിയന്ത്രിക്കാനായി എന്ന് മാത്രമല്ല, കാര്യക്ഷമമായി തീർത്ഥാടകർക്ക് സൗകര്യമൊരുക്കി കൊടുക്കാനും ഇത്തവണ അധികാരികൾക്ക് കഴിഞ്ഞു. ദേവസ്വം ബോർഡിനും പോലീസിനും അധികൃതർക്കും ഒരുപോലെ സല്യൂട്ട്. അനന്തുബി നായർക്കൊപ്പം ശ്രീകുമാരൻ, 24 സന്നിധാനം.